ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. രാവിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, നേരം വൈകി നീറ്റ് എല്ലാ പാക്കിങ് കഴിഞ്ഞപ്പോൾ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങുന്നത്. തലാട്ടി നിൽക്കണ എന്തേലൊക്കെ പറ. എന്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ മിസ് ചെയ്യുകയാണ് ഞങ്ങളുടെ സിയാലത്തെ ഫുഡ്. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ആ ഫുഡൊക്കെ ആലോചിക്കുമ്പോൾ ഈ നേരത്തൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരിക്കും. അതെ, ഈ നേരത്തെ ചായ കുടിക്കുന്ന ടൈമായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഇനി നാട്ടിലോട്ട് പോകുന്ന വിശേഷങ്ങൾ ഞങ്ങൾ അതിൽ ബാണ്ടക്കെട്ടും ചായ പിന്നെ പെട്ടിയാ, പിന്നെ ചെറുതാവാനല്ല വലുതാവാനില്ല. നിൻഷന്റെ ബാഗും അതേപോലെ തന്നെ ഏകദേശം ഇരിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ബാക്കിലേക്ക് പോയി. എന്റെ ബാഗിന്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല. അതൊന്ന് കുറയാത്ത നിനക്ക് മനസ്സിലാവില്ല. അതല്ല, അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന അത്ര വെയിറ്റ് അങ്ങോട്ടില്ല, പക്ഷെ ഒക്കെപ്പാട് കുത്തി തിരികെ അതിലൊരു ഇതുണ്ട്, ബൾജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിന് കുറച്ച് നേരത്തെ വരുന്നത് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ട്രെയിനിൽ കാത്തിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ആ പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിയാഞ്ഞിട്ട് 2 ആണോ 3 ആണോ അറിയാട്ട് ഞങ്ങൾ തേരാപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ അങ്ങോട്ട് സെറ്റിൽഡായി. പിന്നെ ട്രെയിൻ വരാൻ കുറേ നേരം ഇരിക്കുമെന്ന് വിചാരിച്ചു ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ട്രെയിൻ നേരത്തെ വന്നു. ഇന്ത്യൻ റെയിൽവേ അങ്ങനെ ആദ്യമായിട്ട് ട്രെയിൻ പറഞ്ഞ സമയത്ത് എത്തുന്നുണ്ട്. അനൗൺസ്മെന്റ് കിട്ടി. ട്രെയിനിൽ കയറിയത് ഞങ്ങള് റിസർവേഷനിലാണ് ആരും സീറ്റുകാർ വന്നാൽ നേരെ ഇറങ്ങി പോണെന്നാ പറഞ്ഞിരിക്കണേ. വേറെ ഒന്നും പറയില്ല. അറിയാതെ കയറിയിട്ടാണ്. സാർ ക്ഷമിക്കണം എന്ന് കാൽമക്ക് വിടണം, അല്ലാതെ വേറെ വഴിയില്ല. ബാഗൊക്കെ വെക്കാൻ പറ്റുന്ന സീറ്റ്. അപ്പൊ ഞങ്ങളിന്ന് ഷൊർണൂർ വരെ പറ്റില്ല അങ്ങനെ ഇരിക്കും, പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, അടുത്ത കമ്പാർട്ട്മെന്റിൽ കയറും. ഓക്കെ, അങ്ങോട്ട് പോടി. ഞങ്ങളിങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാട്ടി അങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, ട്രെയിനിൽ പോകാൻ വേണ്ടി നല്ല സുഖമാണല്ലോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ജനറലിൽ കയറാൻ വേണ്ടി നിന്നിട്ട് ടിക്കറ്റ് നമ്മൾ എടുത്ത ജനറലിലാണല്ലോ കയറേണ്ടത്. പക്ഷെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, റിസർവേഷനിൽ കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഞങ്ങൾ മാത്രം കാര്യം എങ്ങനെ കയറിയിരിക്കണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ റിസർവേഷൻ ആയിരിക്കും. പക്ഷെ നോക്കിയപ്പോൾ മിക്ക ആൾക്കാരും ജനറലിൽ കയറാനുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ ഷൊർണൂർ എത്തിയതിന് ശേഷം നിൻഷ എന്തൊക്കെ മറ്റേ ചിപ്സൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഏറ്റവും ഹൈടെക് ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിലേക്ക് പോയപ്പോൾ നിൻഷക്ക് മെനു കണ്ടപ്പോൾ അത് മൊത്തം ഇരുന്ന് വായിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ പേരുകളുണ്ട്. പക്ഷെ എന്നാലും കഷ്ടപ്പെട്ടിട്ട് ഒരക്ഷരം കൂട്ടിച്ചേർത്ത് വായിച്ചു. അവസാനം പിന്നെ എന്തൊക്കെ വായിച്ചാലെന്താ, ഞങ്ങൾ ബിരിയാണിയാണ് മേടിച്ചത്, ഹാഫ് ബിരിയാണി മേടിച്ച് അതങ്ങോട്ട് കഴിച്ചു. പിന്നെ നേരെ ഞങ്ങൾ ഷൊർണൂർ എന്താ പറയുക ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇരുന്ന് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ ടു നിലമ്പൂർക്കുള്ള ട്രെയിനിലാട്ടോ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷൊർണൂർ തന്നെ ഡയറക്റ്റ് വേഗം സീറ്റിൽ കയറിയിരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി നടന്ന് സീറ്റിൽ കയറിയിരുന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴോ ട്രെയിൻ എടുത്തത്. അങ്ങനെ 1/4 മണിക്കൂർ കഴിഞ്ഞ് ട്രെയിൻ എടുത്തിട്ട് ചെറുകര എത്തിയപ്പോൾ ഷാഹിനാക്കും നാജിയാക്കൊക്കെ ഇറങ്ങേണ്ട ടൈമായിട്ടോ. കാരണം ഞങ്ങളെല്ലാവരും ഓരോ സ്റ്റോപ്പിലായിട്ടാണ് ഇറങ്ങുന്നത്. ഞാൻ അങ്ങാടിപ്പുറത്ത് ഇറങ്ങണത്, നിൻഷ നിലമ്പൂരാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഷാഹിനാക്കും നാജിയാക്കും ഇറങ്ങാനുള്ള ടൈമായ സമയത്ത് നിലമ്പൂർ പോയി ഇറങ്ങി. ഞാൻ അങ്ങാടിപ്പുറത്ത് ഇറങ്ങിയത്, ഷാഹിന ഇറങ്ങിപ്പോയതല്ലേ. ഞാൻ പോവാണ് അതെ, ബാക്കിയുള്ളവരുണ്ടാവും. അങ്ങനെ എൻ്റെ സ്റ്റോപ്പ് അങ്ങാടിപ്പുറമാണല്ലോ. അങ്ങാടിപ്പുറത്ത് നിന്ന് നടക്കാനുള്ള ദൂരം ഏകദേശം ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും വലിയ ബാഗായിട്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിനോടൊക്കെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ ഓട്ടോ കയറിയിട്ട് പോരുക ചെയ്തിട്ട്. കാരണം എനിക്ക് 2 ബാഗേജുള്ള 2 ബാഗും കൂടി കൂട്ടിയിട്ട് ഈ ഇറക്കൊന്നും ഇറങ്ങാൻ എന്നെ കൊണ്ട് വയ്ക്കൂല. അങ്ങനെ വീട്ടിലങ്ങോട്ട് എത്തി. ഗൈസ്, അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ പെരയിലെത്തി. ഞാൻ എൻ്റെ വീട്ടിലെത്തി. പോയതെന്നാ വന്നതെന്നാ എത്ര വേണ്ടത് കഴിഞ്ഞ് ഞാൻ 13 ദിവസം എന്റെ മിക്ക വീട്ടിൽ പച്ച ഷാള്. കാരണം ഞാൻ 2 ഷാളേ ഉണ്ടല്ലോ, ഒന്ന് കറുപ്പൊന്ന് പച്ച, അത് ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പം ഇപ്പൊ അടുത്താണ് ഓട്ടോയിൽ കയറിട്ട് പോയത്. 13 ദിവസം കഴിഞ്ഞു. എത്ര വേണ്ട ദിവസങ്ങൾ 13 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്നത്. അപ്പോൾ വെജ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പെരെ പോയിട്ട് വരാം എന്തായാലും. റൂമിൽ കയറട്ടെക്ക് എന്റെ കട്ടിലും കക്കൂസും കാണാം. പക്ഷെ ഞാൻ ഇപ്രാവശ്യം പഠിച്ചുട്ടോ. ഞാൻ ബാത്റൂമിൽ പോകാനൊക്കെ പഠിച്ചു. നന്നായേ ഉള്ളൂ. ബെഡ്ഷീറ്റ് പിന്നെ ഞാൻ കൊണ്ടുപോയ കാരണോണ്ട് കുഴപ്പമില്ല. എന്തിന്
ഞാൻ ലക്ക് അതിനെ തള്ളിടല്ലേ വന്നേക്ക് തള്ളിടല്ലേ ഞാൻ കേറിപ്പോട്ടെ വീട്ടില് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ അതെ ഞാൻ കേറട്ടെ ആർക്കറിയാവോ അങ്ങനെ പിന്നെ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് മേലക്ക് കയറി ചെല്ലുമ്പോൾ അമ്മ ഈ ബാഗ് പിടിച്ച് ഇങ്ങനെ പോണ കാണുമ്പോൾ എൻ്റെ ഈ വലിയ ബാഗ് കൂടി പിടിച്ച് സഹായിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മേലക്ക് കയറുന്നത് അതിൻ്റെ ചീത്തണി കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഇമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഇമ്മമ്മ ഉള്ളതിൻ്റെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഒന്ന് ഇമ്മമ്മ ഉള്ള കാരനോട് പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് വത്തക്ക വെള്ളം കൊടുന്നു തന്നു അതുകൊണ്ട് കുടിച്ചപ്പോൾ ഒരു സമാധാനമായിട്ട് ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഒന്നും വെള്ളം കുടിക്കാതെ ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാതെ അങ്ങോട്ട് പോന്നിക്കുന്നു കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഇനി പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്നിട്ട് മമ്മ എങ്ങോട്ടൊക്കെയാണ് പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി നീക്കണം 5 മണിയൊക്കെ ആകുമ്പോഴാണ് പോകാൻ വേണ്ടി ഇറങ്ങണത് ഇപ്പോൾ തൽക്കാലം ഞാൻ പോയിട്ടൊന്ന് കിടന്നുറങ്ങിട്ട് അപ്പോൾ ഗൈസ് ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റ് വീട്ടിലേക്ക് വന്നേ മുതൽ എനിക്ക് മീൻ കഴിക്കാൻ നല്ല പൂതിയുണ്ട് അപ്പം അമ്മ പറഞ്ഞു ചോറും മീൻ വറുത്തും അച്ചാറും ഞാൻ പറഞ്ഞു മതി അത് മതി അപ്പോൾ ഞാൻ ഫിഷ് അയിലാണ് ഫിഷ് ഫ്രൈ ചെയ്ത് ഞാൻ മീൻ വറുത്തവും ചോറും അച്ചാറും കഴിക്കണം അത് കഴിഞ്ഞിട്ട് വേണം ജാംജൂമിലേക്ക് പോകണം പിന്നെ ഫാമിലിക്ക് പോകണം എനിക്ക് പിന്നെ ഞാൻ കുറച്ച് മൂത്ത് നരച്ച കാരണം കൊണ്ട് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഒന്നും ഇല്ല നേരെ ബർത്ത്ഡേ കണ്ട് പോവാണ് മെയ് 5th ആണ് എൻ്റെ ബർത്ത്ഡേ ഞാൻ 21 വയസ്സാവും എനിക്ക് ഓ മൈ ഗോഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണം അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ മീൻ വറുത്ത കഴിക്കാൻ ബുദ്ധിയാവും ഈ വെറി കണ്ടങ്ങൾ വിചാരിക്കും ഞാൻ പോയടുത്ത് ഫുഡേ കഴിച്ചിട്ടില്ല അതങ്ങനല്ല കേട്ടോ ഞാൻ അവിടെ പോയപ്പോൾ ഫുള്ള് ചിക്കനായിരുന്നു അപ്പോൾ ഫസ്റ്റൊക്കെ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല രസമായിരുന്നു പിന്നെ ചിക്കൻ മാത്രമാകുമ്പോൾ എനിക്ക് ചിക്കൻ അത്ര ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഒരു മടുപ്പ് വന്നു പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലത്തെ മീൻ മുട്ട അതൊക്കെ കഴിക്കാൻ പൂതിയായിട്ടുള്ളൊരു വെറിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അല്ല തിന്നാൻ കിട്ടാഞ്ഞിട്ടല്ല അപ്പോൾ മത്തിയല്ല സോറി അയില കഴിക്കേണ്ട പൂതിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പുറത്തിറങ്ങിക്കുകയാണ് ഞാൻ നല്ല ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി പോകണമെന്ന് അപ്പോൾ ആ വീഡിയോ മമ്മേൻ്റെ ചാനലാവും ഉണ്ടാവുക എൻ്റെ ചാനലിലേക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ വലിയ വെയ്യ ഉറക്കമൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ഞോട്ടോ കയറിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോട്ടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഫാമിലിക്ക് പോകണോ അതോ മാർക്കറ്റ് സിറ്റി പോയിട്ട് സ്റ്റുഡിയോ പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സ്റ്റുഡിയോ പോകാം കാരണം ഞാൻ എപ്പോഴും മിക്കവാറും പാൻറ്റും ടീഷർട്ടും ഇടാറ് ഈ ചുരിദാറൊക്കെ മേടിച്ച് ഒരു വട്ടം ഇടുന്നല്ല ഞാൻ പിന്നെ ഇടാറില്ല അങ്ങനെ പാൻറ്റും ടീഷർട്ടൊക്കെ പെട്ടെന്ന് ഇപ്രാവശ്യം പെട്ടെന്ന് തന്നെ സെലക്ട് ആക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് നേരെ ജാംജൂ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഷോപ്പിംഗും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഗൈസ് ബാക്കി ഇനി വീഡിയോ എടുക്കാനുള്ള ആരോഗ്യം എനിക്കിലൊക്കെ നല്ല ഉറക്കം വരുന്ന ഉറക്കത്തിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ടാറ്റാ